ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോണ ഗ്രാനി ചാപ്റ്റർ 2 ആണ് ഗൈസ്. അത് നമ്മളിന്നൊരു പ്രത്യേക ഒരു ചാലഞ്ചും കൂടെ ചെയ്യുന്നുണ്ട് ഗൈസ്. നോ ഹൈഡിങ് ചാലഞ്ചാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. അറിയാലോ, അതിൽ നമുക്ക് രണ്ടുപേരെയും കൂടി ഇട്ടാൽ ചത്തതാ. അതാ നമ്മൾ ഒരാളെ ഇടുന്നുള്ളൂ. ഗ്രാനി വേണോ ഗ്രാൻഡ് പ വേണോ? ഗ്രാൻഡ് പ മതിയേ. ഗ്രാൻഡ് പ മതി. ഈസിയാണ് ഗൈസ് ഇടുന്നത്. അത് നോർമലൊക്കെ ഇട്ടാൽ ഗ്രാൻഡ് പ ചിലപ്പോൾ വിഷയമാവും കേട്ടോ. അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, മീഡിയം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളപ്പം ചെയ്യാൻ പോകണം ഗൈസ്. പിന്നെ ഗൈസ്, വീഡിയോ കാണുന്നത് സബ് അടിക്കുക, ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിച്ച് പൊളിയാക്കുക ഗൈസ്. പിന്നെ അല്ല, നമുക്ക് റോഡ് ടു 1K ആണ് ഗൈസ് ആവാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവരും സബ് അടിച്ച് സപ്പോർട്ട് ചെയ്തു ഗൈസ്. ഇങ്ങനത്തെ അവരൊക്കെ നോക്കൂടെ. എടാ ഫസ്റ്റ് തന്നെ ഗ്രാൻഡ് അടി നമുക്കിവിടത്തെ ഗ്രാൻഡ് പ പതിയെ വരൂ, ചൊഴിയണ പോലെ തന്നെ. അയ്യോ, പണ്ടത്തെ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല, അത് വേറെ കാര്യം. പോവാടെ നല്ലത്. ബാക്കി ഇനിയിപ്പം ശല്യം ഉണ്ടാവില്ല. ബോട്ട് ഈസി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് ഏത് എസ്കേപ്പ് ചെയ്യാനാ? ബോട്ട് എസ്കേപ്പ് ചെയ്താലോ? ഇതായിട്ട് ആലോചിച്ചിട്ടില്ല. ഹെലികോപ്റ്റർ നമുക്ക് രണ്ട് എസ്കേപ്പിൻ്റെയും കീകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹൈഡിങ് ചാലഞ്ചാണ് കേസ്. ഓക്കെ, വരുന്നുണ്ടോ ഗ്രാൻഡ് പ? ഇല്ല, ഫസ്റ്റ് തന്നെ തോക്കില്ലാതെ ഒരു കളി നടക്കും. ഗ്രാൻഡ് കണ്ടുപിടിച്ച് എനിക്ക് പേടിക്കണം. ഇടയ്ക്ക് എനിക്ക് ഗ്രാനീനേക്കാളും പേടി ഗ്രാൻഡ് പേനെ. കാരണം ഗ്രാൻഡ് പേയാണ് എന്നെ എപ്പോഴും വന്നടിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഗൈസ്. ഓക്കെ, നമ്മളെ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, മൈക്കൊന്ന് നേരെയാക്കട്ടെ ഗൈസ്. ഓക്കെ, എൻ്റെ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഗ്രാൻഡ് പ വാ, ഗ്രാൻഡ് പ ഗ്രാൻഡ് പെൻ പാഡ് ലോക്ക്. ഇനിയിപ്പോൾ എടാ, ബോട്ടിൻ്റെ എസ്കേപ്പിനുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും കിട്ടുന്നുണ്ടോ? ഗ്രാനി അവിടെ കൂടെ ഗ്രാൻഡ് പ പോയാടെ. അമ്മച്ചി ഗ്രാൻഡ് പ പോയാടെ. ഇനി അവിടെ കൂടെ ഇനി തോന്നിയാലുണ്ടോ? ആ പോയായിരുന്നു ഗ്രാൻഡ് പ. അയ്യോ എടാ, ഒരു മിസ്റ്റേക്ക് ചെയ്തടാ. ആടാ, നമ്മളെന്തിനാണ് അങ്ങോട്ട് പോയി തോക്ക് കിട്ടിയതാടാ. ചുമ്മാ പോയി പണി മേടിച്ച് എന്ത് പറയാനാ. അപ്പോൾ എന്നെക്കൊണ്ടൊരു രക്ഷയുമില്ല ഗൈസ്. എടാ, ചുമ്മാ പോയി പണി മേടിച്ചടാ. ഇനിയിപ്പോൾ നേരെ കയറി ചെന്നാൽ മേളിലാണോ ഗ്രാൻഡ് പ എന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് ഗ്രാൻഡ് പ ഇങ്ങോട്ട് വരുത്തിയിട്ട് കൊണ്ടുപോകാം. അതാണ് നല്ലത്. പിന്നെ ഗൈസ്, ഇപ്പം ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കുക ഗൈസ്. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു 1K ലൈക്ക്, അത്ര ഗൈസ്. നമുക്ക് നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചാൽ ഒന്നും കിട്ടില്ല എന്നൊക്കെ അറിയാം ഗൈസ്. അതുകൊണ്ടാണ് വേണമെങ്കിൽ നിങ്ങൾ അതിനേക്കാളും കൂടുതൽ ലൈക്ക് അടിച്ചോ, കുഴപ്പമില്ല.
നമുക്കെന്ത് കുഴപ്പം ഗൈസ്, അറിയാലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ബ്രേക്കൊക്കെ അടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ നമുക്കറിയാൻ കഴിയും. 1K സബ്ബാണ് ഗൈസ് ആകാൻ പോകുന്നത്. അതുകൊണ്ട് അടിച്ച് മാക്സിമം എല്ലാവരും അടിച്ച് പൊട്ടിച്ചോ സബ് ബട്ടൺ. ഓക്കെ, ഇപ്രാവശ്യം തെറ്റില്ല ഗൈസ്, അത്രേ ഉള്ളൂ. പിന്നെ അല്ല ഓക്കെ, തോക്ക് ഇവിടെ ഇട്ടിട്ട് എടാ ഗ്രാൻഡ് പാ. ഓക്കെ, ഗ്രാൻഡ് തള്ളിയിട്ട് വേണ്ട കിളവാ. കിളവൻ്റെ കയ്യിൽ നിന്നത് എടുക്കണ്ടേ ഗൈസ്. ഓട്ടായി ഞാൻ പോണേ, എനിക്ക് പോലും അറിയില്ല. ഓക്കെ, പെട്ടെന്നല്ല കാര്യം ചെയ്യണം ഗൈസ്. ഓക്കെ, താഴെ കൊണ്ടുവരണം ഗൈസ്. അത് നമുക്ക് ബോട്ട് കീ കിട്ടി, ഇത് കിട്ടി, ഇനിയിപ്പോൾ എന്താ കിട്ടിയേ? തോക്കും ഉണ്ടായാലും നടക്കണം. തോക്കാണ് ഇതിലും മെയിന്, അറിയാലോ. തോക്കാണ് ഇതിലും മെയിന്. തോക്ക് ഇട്ടൊരു കളി വേണ്ട, സത്യം പറയണ്ട. ഡോർ ഹാൻഡിൽ കൊള്ളാവുന്നൊരു ഐറ്റം തന്നെയാണ്. പക്ഷെ നമുക്ക് ബോട്ട് എസ്കേപ്പിന് അത് ആവശ്യമില്ല. പക്ഷെ അത് ഫ്രണ്ട് ഡോർ എസ്കേപ്പിനാണ് കേട്ടോ ഗൈസ്, അറിയാലോ. ഇതും ഹാൻഡ് വീല് ഫ്രണ്ട് ഡോർ എസ്കേപ്പിനാണ് ഗൈസ്. നമ്മൾ കുറേ പ്രാവശ്യം കളിച്ചിട്ടുണ്ട്, എല്ലാ എസ്കേപ്പും തീർത്തിട്ടുണ്ട് ഗൈസ്. വെപ്പൺ കീ, ഓക്കെ. സാധനം മേടിക്കട്ടെ. വെപ്പൺ കീ കിട്ടി എടാ. നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ടേ. ഇതിൻ്റെ മൈക്കൊന്നും ഇല്ലാക്കട്ടെ ഗൈസ്. മൈക്ക് കുറച്ച് ശോകമാണ്. എടി ഇതിൻ്റെ അകത്ത് എന്തായിരുന്നു വെക്കണ്ടേ? ഓ, അപ്പൂപ്പൻ്റെ അപ്പനുണ്ടോടാ? ഉണ്ടെങ്കിൽ ചത്ത് ഇല്ല എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ വരുന്നല്ലോ ഉണ്ടോ? ഇല്ല ഗൈസ്, ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എങ്ങാനും വരുന്നെങ്ങാനും ഉണ്ടെങ്കിൽ ചത്തു. പിന്നെ പറഞ്ഞിട്ട് പണിക്കേണ്ട സമയമായി. കിളവൻ വരട്ടടാ. പേടി, ഈ കിളവനെയാണ് എനിക്ക് പേടി. കിളവിയെ എനിക്ക് പേടിയില്ല. എൻ്റെ അകത്ത് എന്തായിരുന്നു? അയ്യോ, കിളവനെ ഉറക്കിയിട്ട് ഇതെടുക്കാനായിരുന്നു പ്ലാൻ. സാരമില്ല. അത് തുറന്ന് വെക്കട്ടെ. നമുക്ക് ഈ വഴി പോവാണ്. ഈ വഴിയാണ് എപ്പോഴും സേഫ്. ഓക്കെ, അതൊന്നും ഒരു ഹൈഡിങ് സ്പോട്ടൊന്നുമല്ല കേട്ടോ ഗൈസ്, പറയാലോ. കിളവൻ വാടോ, കിളവാ. കിളവി എനിക്ക് പേടില്ല, പക്ഷെ ഈ കിളവനെയാണ് എനിക്ക് പേടി. ഓക്കെ, കിളവാ ഡാൻസ് കളിച്ചോ. ഇപ്പം എത്ര വേണമെങ്കിലും ഡാൻസ് കളിച്ചോ. 2 മിനിറ്റത്തേക്ക് ആയിക്കോളും. ഇതെന്തിയാ അവിടെ ഉണ്ട്? അയ്യോ, പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗൈസ് എവിടെയാണ്. കാരണം പാട്ട് അടുക്കളയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെയെന്ന് വെച്ചാൽ, അയ്യോ ഇവിടേക്ക് എന്തിനാടാ ഞാൻ വന്നേ? ഓക്കെ, കട്ടർ പെട്ടെന്ന് വേണ്ട. അതിന് മുമ്പേ ഓക്കെ നമ്മളെടുത്തിടാം. ഇതാണ് സേഫ്. ഇപ്പോൾ ഗ്രാൻഡ് നമ്മൾ മേളിലോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും ഗ്രാൻഡ് എണീക്കോളാം. പേടിയാണ് ഗ്രാൻഡ് പേനെ, സത്യം പറഞ്ഞാൽ. പക്ഷെ പുള്ളിക്ക് ചെവി കേൾക്കത്തില്ല, അത് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? പുള്ളിക്ക് ചെവി ഒന്നും കേൾക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ഗ്യാസിലും വേണം,
വീട് വേണം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ബ്രോ. എടാ ഈ ചങ്ങായി മാറും. ഓക്കെ, പുള്ളി മാറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ഗ്രാൻഡ് പേ മണ്ണാൻ കട്ടയൊന്നുമില്ല ഗൈസ്. തോക്കെടുത്തിട്ടുണ്ട്. നോ ഹൈഡിങ് ചാലഞ്ചാണ് ഗൈസ്. ഓക്കെ, കേളവൻ ഇവിടെ കിളവനെന്തി നമുക്കിനിപ്പോൾ ഗ്യാസിലും കിട്ടാൻ ഇനിയിപ്പം ഒരു സ്ഥലം കൂടെ കുഴിച്ച് നോക്കിയാൽ മതി ഗ്യാസിലും കിട്ടാൻ. ഗ്രാൻഡ് ഉറക്കിയിട്ട് പോവാം. എണീറ്റാവും പുള്ളി എണീറ്റാവും. പാട്ടിട്ട് കൊടുത്താലോ? ഇപ്പോൾ വരും ഗ്രാൻഡ്. ഓക്കെ, ഇപ്പോൾ വരുന്നേ ഗ്രാൻഡ്. ഇപ്പോൾ വരും. എടാ പുള്ളി എന്ത് ഇതാണ് പുള്ളിയുടെ ഫേവറേറ്റ് പാട്ട്. ഇത് വരാതിരിക്കില്ല ഗൈസ്, ഉറപ്പല്ലേ. പിന്നെ അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഗൈസ്. പുള്ളിക്ക് വിഷമായി ഗൈസ്. വിഷമായെങ്കിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കട്ടെ. അല്ലേ നമ്മൾ ഇത്ര വിഷമിപ്പിച്ചിട്ട് ഇപ്പം നമുക്ക് സാധനം കണ്ടുപിടിക്കണ്ട് ഗൈസ്. ഗ്യാസിൽ മാത്രം ഇനിയിപ്പോൾ കണ്ടുപിടിച്ചാൽ മതി. സെറ്റാ, പിന്നെ എല്ലാം സെറ്റാ. ഗ്യാസിൽ മാത്രം കണ്ടുപിടിച്ചാൽ പോരെ ബോട്ട് എസ്കേപ്പിന്. ഓക്കെ ഗൈസ്, ഗ്യാസിൽ മാത്രം ഇനിയിപ്പോൾ കണ്ടുപിടിച്ചാൽ മതി ബോട്ട് എസ്കേപ്പിന്. ജാൻപനെ അത്രയും പേടിയില്ല ഗൈസ് വൈദവേ. പക്ഷെ എന്നാലും സത്യമായിട്ട് ചെറിയൊരു പേടിയുണ്ട്. ഗ്രാനീനേക്കാളും പേടി എനിക്ക് ഗ്രാൻഡ് പെനാണ്. അറിയാലോ, ഗ്രാൻഡ് പാളിച്ചൊരു വിഷയമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഗണ്ണെങ്ങാനും ഡ്രോപ്പ് ചെയ്ത് ഇടുമ്പോൾ വരും പുള്ളി. അതാണ് പുള്ളിയുടെ മെയിൻ സ്പെഷ്യൽ. എടാ ഇത് സ്പാർക്ക് പ്ലഗ് കിട്ടി. ഓക്കെ, ഇവിടെ എടുത്തിടാടാ. ഇതൊക്കെ ഇവിടെ എടുത്തിടാം, അതാണ് നല്ലത്. ഇനിയിപ്പോൾ ഗ്യാസുലിൻ കൂടെ കിട്ടിയാൽ മതി. ബോട്ടിക്ക് എടുത്തില്ല. ഗ്യാസുലിൻ ഇനിയിപ്പോൾ എവിടെയായിരിക്കും? മരുമോൻ്റെ അടുത്താണോ? മരുമോൻ കൊച്ചുമോൻ്റെ അടുത്തായിരിക്കും ഗൈസ്. കൊച്ചുമോനെ സ്പൈഡർമാൻ്റെ അടുത്തായിരിക്കും. എടാ ഇപ്പം നമ്മൾ ഉറക്കിയതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ സാധ്യത എന്തായാലും വരാൻ സാധ്യത ഉണ്ടോ നോക്കാം ഗൈസ്. ചിലപ്പോൾ വരുവാടെ പുള്ളി. ഇപ്പോൾ വരും, പറയാൻ പറ്റത്തില്ല. പുള്ളിയുടെ ഫേവറേറ്റ് പാട്ടാണെന്ന് പറഞ്ഞില്ലേ. വാടാ, പുള്ളി എന്താ വരാത്തേ? 2 മിനിറ്റ് കഴിഞ്ഞ് അതല്ലേ. പുള്ളി വന്നു. ഈ പുള്ളി വാ പുള്ളി. ഹംഗ്രിയോ? ഇങ്ങോട്ട് വാ ഗ്രാൻഡ്പാ. അയ്യോ, ഫസ്റ്റ് പതിയെ ആയിരുന്നേ. അയ്യോ ഗ്യാസിൽ ഇനി മിക്കവാറും
കൊച്ചുമോൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ നമുക്ക് കൊച്ചുമോൻ്റെ അടുത്ത് പോയി എല്ലാ സംഭവം സെറ്റാണ്. പെട്ടെന്ന് ഇനിയിപ്പോൾ സമയമില്ല, നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യം ചെയ്ത് തീർത്താൽ സെറ്റ്. പിന്നെ ഒന്നും പേടിക്കാനില്ല. ഓ ഈ ഗ്രാൻഡ് പാ പുള്ളിന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഇഷ്ടാവുന്നില്ല. ഗ്രാൻഡ് പാ എനിക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കിക്കോ നോക്കിക്കോ, എന്നെങ്കിലും ഞാൻ തരും, നോക്കിക്കോ. അയ്യോ കൊരിൻ്റെ തോക്ക് 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 തോക്ക്. കൊച്ചുമോനുണ്ട് കൊച്ചുമോനെ. അയ്യോ അയ്യോ ഗൈസ്, പണി പാളി പണി പാളി പണി പാളി. എടാ പണി പാളിയടാ. നമുക്ക് വെപ്പൻ കീ എടുത്തിട്ട് വേണം. വെപ്പണ് ഈ വെപ്പണ് ഓടാ, വെപ്പൻ കീ എടുത്തിട്ട് എവിടെങ്ങാനും ഗ്രാൻഡ് ഈ ചത്ത് പിന്നെ എന്ത് ഏടാ മരുമോൻ്റെ അടുത്തേക്ക് ആവേശത്തോടെ പോയതാ, ചത്തില്ലേ. എന്ത് പറയാനാ, എന്ത് പറയാ. ആ ടോയ്ലറ്റിൽ ബോട്ടിങ്ങുണ്ട്. വാ ഒരു മിനിറ്റ്, മരുമോനെയും തീർക്കണം. ഗ്രാൻഡ്പാ എവിടെയാണ്? വരൂ, നമുക്ക് തീർത്തില്ലേ. ഗ്രാൻഡ്പയുടെയൊക്കെ കിഴപ്പ് തിന്നിട്ടുണ്ട് പ്ലീസ്. നമുക്ക് ഈ തോക്ക് മതിന്നേ. അയ്യോ സേഫ് കീയാ. ഓ സെൻട്രലീന എന്താണ് കാണിക്കുന്നത്? സമയം പോയടാ. ഗ്യാസിനും കിട്ടി ഗൈസ്, നമുക്ക് ബോട്ടിക്കും കിട്ടി. ബോട്ടിക്ക് പെട്ടെന്ന് സമയമില്ല. ബോട്ടിക്ക് ഓക്കെ ഗൈസ്, സെറ്റ്. നിറയ്ക്കാ പോവുക, അത്രേ ഉള്ളൂ. പിന്നെ അല്ല, ഗ്രാൻഡ് പെൻ ഇന്ന് നമ്മൾ പൂച്ചിട്ടുണ്ട് ഗൈസ്. ഗ്രാൻഡ് പെക്ക് നല്ല സന്തോഷമല്ലേ നമ്മൾ ഇങ്ങനെ പൂഷും. അയ്യോ പിന്നെ ഗൈസ്, നിങ്ങളൊക്കെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് നമ്മളിത് ജയിച്ചത്. അത് നോ ഹൈഡിങ് ചാലഞ്ചാണ് ഗൈസ്. ഇപ്പോൾ തന്നെ മാക്സിമം സബ്ബടിച്ച് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ സെറ്റല്ലേ. ഇപ്പം എങ്ങാനും ഗ്രാൻഡ് പോരണം, നോ പ്രോബ്ലം. ഇപ്പം ഞാൻ അതിൻ്റെ കീഴ് കൊടുത്തതിനെ ഇപ്പോൾ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ രക്ഷപ്പെടാൻ പോവാണ്. എല്ലാവരും ലൈക്ക് എടുത്ത് സബ് ചെയ്യുക ഗൈസ്. പിന്നെ ഇപ്പോൾ തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നോ ഹൈഡിങ് ചാലഞ്ചിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ സെറ്റ് ഗൈസ്. ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ചേർത്താണ് ഗൈസ് ദി എൻഡ്. ഓക്കെ
ഇവിടെ ചേർത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ സെറ്റ്.